ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു ജ്യൂസിയായ ഷവായി ചിക്കൻ വീട്ടിൽ തന്നെ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കിയാലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് വറ്റൽ മുളക് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 മുളകുണ്ടാവും. പിന്നെ ഒരു കൂട് വെളുത്തുള്ളി, ലേശം കുഞ്ഞുള്ളി വേണം, 10-20 കുഞ്ഞുള്ളി ഉണ്ടാവും, 2 തക്കാളി, ഒരു പീസ് ഇഞ്ചി, പിന്നെ ഒരു പിടി മല്ലിയില നമ്മുടെ നാടൻ മല്ലിയിലയാണ്. പിന്നെ പൊടി ഐറ്റംസ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ചെറുനാരങ്ങയുടെ ജ്യൂസാണ്. വിനാഗിരിയാണ് ചേർക്കേണ്ടത്. വിനാഗിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്തു. അപ്പം നമുക്ക് അതിലോട്ട് ഫസ്റ്റ് മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഞാൻ കുറച്ച് ടൈം കുതിർത്ത് വെച്ചതാണ്. ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നല്ല ചട്ടി തക്കാളി, ഏത് തക്കാളി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ചട്ടി തക്കാളി എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്ത് വെച്ച കുഞ്ഞുള്ളി, പിന്നെ നമുക്ക് നമ്മുടെ നല്ല നാടൻ മല്ലിയില, അതായത് ആഫ്രിക്കൻ മല്ലി, പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളെടുത്ത് വെച്ച ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി ഗൈസ്. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ എടുത്ത് വെച്ച ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് നമുക്കിത് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഷവായിയൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഞാൻ ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് ഫസ്റ്റായിട്ട്. പിന്നെ ഞാൻ ഓർത്തു നമുക്കിന്ന് വീട്ടിൽ തന്നെ ഷവായി റെഡിയാക്കിയാലോ എന്ന്. അങ്ങനെ നമ്മുടെ മസാലകളൊക്കെ അതേ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ കഴുകി ഫ്രഷാക്കി വെച്ച ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചിക്കൻ 4 പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചിക്കൻ അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനെല്ലാം വളരെ ബുദ്ധിമുട്ടാകും. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ 4 പീസാക്കിയിട്ട് എടുക്കാമെന്ന്. അങ്ങനെ നല്ല പോലെ നമുക്ക് മസാലയൊക്കെ തേച്ച് മസാലയിൽ കുളിപ്പിച്ച് വെക്കാം. ഇത് 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിന് കൂടുതലായാലും പ്രശ്നമില്ല. കൂടുതൽ വെക്കുവാണെങ്കിൽ നമ്മുടെ ഷവായിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം ഞാനിത് രാവിലെയാണ് മസാലയൊക്കെ പുരട്ടി വെക്കുന്നത് ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ. അപ്പം വൈകിട്ട് വന്നിട്ട് രാത്രി ഡിന്നറിന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഷവായി ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചു. ഇതേ വേറൊരു പാത്രത്തിലാക്കി ഇനി അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതേ നമ്മുടെ ഷവായി ചിക്കൻ റെഡിയാക്കാനുള്ള ചിക്കനകത്ത് മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിട്ട് 2 വിസിൽ വരുത്തിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിങ്ങനെ പിന്നെ ഒരു കോഴി 4 പീസാക്കിയിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് ഷവായി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാനും പിന്നെ കുക്കറിനകത്ത് നിന്ന് എടുക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് നേരെ ഇത് അടുപ്പിലിട്ട് വെക്കാം. അങ്ങനെ ഇതേ നമ്മുടെ ഷവായി ചിക്കൻ കുക്കറിനകത്ത് 2 വിസിൽ വന്നിട്ടുണ്ട്. നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, പീസാക്കിയ ചിക്കൻ തന്നെ ഇങ്ങനെ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പീസാക്കാതെ അങ്ങനെ ഒരു കോഴി തന്നെ ഇട്ടണമെങ്കിൽ ഭയങ്കര ഇതിലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതേ ഞാൻ സൺഫ്ലവറാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാനിൽ രണ്ട് പീസ് കൊലക്കുള്ള. അപ്പം ഈ 2 പീസായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു പുറം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുത്തു. നമ്മുടെ ഷവായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 പീസ് ഞാൻ നേരത്തെ എടുത്തിട്ട് അതിലിട്ടു. നമ്മുടെ മൺചട്ടിയിലാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം അങ്ങനെ 4 പീസ് ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അതിൻ്റെ മസാലയാണ്. ഷവായി ഫ്രൈ ചെയ്തതിൽ തന്നെ ഇത് ചേർത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ ഇത് നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള ഷവായി ചിക്കൻ ഇവിടെ റെഡിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.